Hi friends, അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു കബാബാണ്. കബാബിൻ്റെ റെസിപ്പിയാണ്. കട്ട്ലേറ്റ് മാതിരത്തെ കബാബിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ചിക്കന് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നമ്മൾ മല്ലിച്ചീര ഉണ്ട്, മുളക് നല്ലോണം അരിഞ്ഞെടുക്കുക, കുരുമുളക് പൊടി, നാരങ്ങനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഗരം മസാലപ്പൊടി, പിന്നെ തന്തൂർ മസാല, കോൺഫ്ലവർ, മുട്ട, പിന്നെ നമ്മൾ സവാള അരച്ചത്, പിന്നെ എണ്ണ. ഇത്ര സാധനങ്ങളാണ് നമുക്കിപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ളത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഇത് എടുത്തേക്കുന്നത് 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ചിക്കന് നമുക്ക് 2 സവാള ചതച്ചത് പേസ്റ്റ്, സവാളയുടെ പേസ്റ്റ്, 2 സവാളയുടെ പേസ്റ്റ് എടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് ചിക്കനിൽ മിക്സ് ചെയ്യുക. അപ്പോൾ സവാള ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണ് നാരങ്ങനീര് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ട, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്. ഇതെല്ലാം നല്ലോണം നിന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൊരു 30 ഗ്രാം തന്തൂരി മസാല, തന്തൂരി മസാലയോ ടിക്ക മസാലയോ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ ഒരു 30 ഗ്രാം മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും അതിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മല്ലിച്ചീര അരിഞ്ഞ് വെച്ചത് അതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇതിൽ ഒരു ടീസ്പൂണല്ല, 1/2 ടീസ്പൂൺ മതി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിലിട്ടാൽ മതി നോക്കിയിട്ട്. അപ്പം എന്തായാലും ഒന്ന് മിക്സ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. കാര്യം ഉപ്പ് കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇട്ടല്ല, നമ്മൾ ടിക്ക മസാല ഇട്ടുണ്ട്, അതിലെന്ത് വന്നാലും ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി പൊരിക്കുമ്പോൾ ഒരെണ്ണം ഒന്ന് പൊരിച്ച് നോക്കിയിട്ട് നമുക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് വെക്കാം. അതിൻ്റെ ഒന്ന് ഫ്ലേവറൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ എടുക്കുക. എന്നിട്ട് എണ്ണ എടുത്ത് നമ്മൾ കയ്യിലൊന്ന് തേക്കുക. എന്നിട്ട് ചെറിയ ബൗൾ മാതിരി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുമാതിരി കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി അതിന് ഷേപ്പൊന്നും ഉണ്ടാവില്ല, റൗണ്ടിൽ നേരിയതാക്കി പരത്തുക. നേരിയതാക്കി പരത്തിയിട്ട് നേരെ തവയിൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ അതിൽ ഇട്ട് കൊടുക്കുക. ഇതുമാതിരി നേരിയ കബാബ്സ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഇതുമാതിരി മറിച്ച് കുക്ക് ചെയ്തെടുക്കുക. എന്തായാലും ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതുമാതിരി ഒന്ന് കുക്ക് ചെയ്യുക. എപ്പോഴും നോക്കുക നമ്മൾ തവയിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഡീപ് ഫ്രൈ ചെയ്യാൻ നിൽക്കുക. ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പെട്ടെന്ന്. ഇതുമാതിരി തന്നെ തവയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല പുതിന ചട്നിയും ചമ്മന്തിൻ്റെ ഒപ്പം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ മജ. അപ്പോൾ എന്തായാലും നമുക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ട്.